എല്ലാവർക്കും നമസ്കാരം. എന്താണ് യൂത്തനേഷ്യ? ഗ്രീക്ക് ഭാഷയിൽ ഗുഡ് ഡെത്ത് അഥവാ നല്ല മരണം എന്നൊരു പദത്തിൽ നിന്നാണ് യൂത്തനേഷ്യ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അസഹനീയമായ വേദന മൂലമോ സുദീർഘമായ കോമ സ്റ്റേജ് മൂലമോ ബുദ്ധിമുട്ടുന്ന രോഗിക്ക് രോഗിയുടെയോ കുടുംബത്തിൻ്റെയോ ഒക്കെ സമ്മതപ്രകാരം നിയമപരമായി മരണം അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് യൂത്തനേഷ്യ അഥവാ ദയാവധം. 2000-ന്റെ തുടക്കത്തിൽ നെതർലാൻഡ്സിലാണ് ആദ്യമായി യൂത്തനേഷ്യ ലീഗലി പെർമിസിബിൾ ആയത്. പിന്നീടത് ബെൽജിയം, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ എത്തി. 2018-ൽ അരുണ ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ യൂത്തനേഷ്യയ്ക്ക് കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയത്. യൂത്തനേഷ്യ പ്രധാനമായും 2 തരത്തിലാണുള്ളത്: ആക്റ്റീവ് യൂത്തനേഷ്യയും പാസീവ് യൂത്തനേഷ്യയും. ആക്റ്റീവ് യൂത്തനേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാരുടെ സൂപ്പർവിഷനിൽ മരുന്നുകളുടെയൊക്കെ സഹായത്തോടെ ദയാവധത്തിന് അനുമതി നൽകുന്നതാണ്. പാസീവ് യൂത്തനേഷ്യ ആണെങ്കിലോ വെന്റിലേറ്ററുകൾ പോലെയുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് പിൻവലിക്കുന്നതിനുള്ള അനുമതിയാണ്. ഇതിൽ പാസീവ് യൂത്തനേഷ്യയാണ് ഇന്ത്യയിൽ ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ളത്. യൂത്തനേഷ്യ ഇപ്പോൾ ചർച്ചയാവാനുള്ള കാരണം ഇന്ത്യക്കാരനായ ഹരീഷ് റാണയുടെ മരണത്തോടനുബന്ധിച്ചാണ്. 2026 മാർച്ച് 24-നാണ് യൂത്തനേഷ്യയുടെ സഹായത്തോടെ ഹരീഷ് റാണെ ലോകത്തോട് വിട പറഞ്ഞത്. 2013-ൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റായിരുന്ന ഹരീഷ് റാണെ ഒരു വീഴ്ച മൂലം ഗുരുതരമായ പരിക്കുകളോടെ കോമയിൽ പ്രവേശിക്കേണ്ടി വന്നു. നീണ്ട 13 വർഷത്തിന് ശേഷമാണ് 2026-ൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. യൂത്തനേഷ്യയെപ്പറ്റി ഇന്നും ലോകത്ത് ചർച്ചകൾ നടക്കുന്നു. അസഹനീയമായ വേദനയോടെയുള്ള ജീവിതമാണോ അതോ മാന്യമായ മരണമാണോ ഇത്തരം രോഗികൾക്ക് വേണ്ടത്? ഹരീഷ് റാണയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.